ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി. ഞാന് വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കാം. പോലീസാണെങ്കിൽ പറ്റും, പോലീസുണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരതിട്ട് നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക. അവർക്ക് കഴുത്തുവേന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ചെയ്വ് കേട്ടപ്പോ എല്ലാവരും പേടിച്ചു പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് ചിന്താവ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. രാജിവെക്കണം എന്നും പറഞ്ഞ് എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, ഒരു C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ കണ്ടത് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തൊരു അഭിനയ ദൈവം. അപ്പൊ മന്ത്രി ചാടി വീഴുന്ന നമ്മൾ കാണുന്നത്. വാടാ ഓടാ, ഞാൻ കാണിച്ചു കൊടുക്കാം, യവന്മാർ ഇവിടെ ഉണ്ട്. പറയുന്ന വർത്തമാനം ഒന്ന് കേട്ടോണ്ട് നമുക്ക്. ഒരു മന്ത്രി പറയുന്നത്, അതൊരു സ്ത്രീ, യവന്മാർ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ, എനിക്കറിയായിരുന്നു. അവന്മാരെ ഞാൻ നോക്കാം. എന്നെ ഉടനെ ഗ്രേഡിലുള്ള ഒരു സ്ത്രീയാണ്, ഒരു യൂണിഫോമിലാണ്. അവർ കാല് പിടിച്ച് നിർത്തുമായി മന്ത്രിയെ തടഞ്ഞ്. മന്ത്രി അങ്ങോട്ട് പോയി അടി വാങ്ങിക്കാതിരിക്കാം, പോയി അങ്ങ് പിടിയങ്ങ് വിട്ടിരുന്നെങ്കിൽ പോയി 2 വാങ്ങിച്ചോണ്ട് വന്നേനല്ലോ. പക്ഷെ അത് നടന്നില്ല, കാരണം ഇവര് പോലീസുകാരെല്ലാം ഇവിടെ തടഞ്ഞു. അത് കാരണം ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് ഇവർ ചിരിച്ച് വളരെ ധാർഷ്ട്യത്തോടു കൂടി, അതായത് വലിയ വിജയീ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവന്മാരെ അങ്ങനെ ചേർത്തു, എനിക്ക് നടക്കണ്ടായോ? ഇതെല്ലാം കഴിഞ്ഞ് ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഈ മാധ്യമ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിക്കാനൊക്കെ വന്നപ്പം ഈ SI ഉണ്ടല്ലോ കാല് പിടിക്കുക മാധ്യമ പ്രവർത്തകരുടെ, SI മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, പ്ലീസ് പ്രൊവോക്ക് ചെയ്യരുത്, മന്ത്രിയെ പ്രൊവോക്ക് ചെയ്യരുതെന്ന്. മന്ത്രി പ്രൊവോക്ഡാണ്, മന്ത്രിയെ പ്രൊവോക്ക് ചെയ്യല്ലേ എന്ന്. കാരണം ഇവരുടെ പിടിയിൽ നിൽക്കുന്നില്ല മന്ത്രി. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ CCTV അതിന്റെ ഫുട്ടേജ് എല്ലാം അന്നേരം തന്നെ കൈമാറിയിട്ടുണ്ട് റെയിൽവേ പോലീസ്. അതിനകത്തും ഈ മന്ത്രിയെ ഈ പയ്യന്മാര് മന്ത്രി അടുത്ത് ചെല്ലുന്നതിന്റെ പടം പോലും ഇല്ല. ഇനി ഇത് മന്ത്രി എന്തിനാ ഈ പ്രൊവോക്ഡ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇങ്ങനെ ഒരാള് ഒരു യവന്മാരെന്ന് മുദ്രാവാക്യം അവർ വിളിക്കുമല്ലോ, അതല്ലേ അവരുടെ ജോലി, അവർ വിളിക്കണം. SFIക്കാരായിരുന്നപ്പോൾ ആളുകൾ ആരും വിളിക്കത്തില്ലേ? മറ്റേ ഈ കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്നപ്പോഴും UDF ഭരിച്ചിരുന്നപ്പോഴും ഒന്നും വിളിക്കുമല്ലോ. ഉമ്മൻചാണ്ടിയുടെ നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചറിയാമല്ലോ, നെഞ്ചത്തും കല്ല് കൊടുത്തു. അതിന് പറഞ്ഞെന്താന്ന് മുഖ്യമന്ത്രി, നെഞ്ചും കൂടുന്ന് പറഞ്ഞ പോലെ സ്റ്റീലോ ഏതാണ്ടൊക്കെയാണെന്ന് ഉമ്മൻചാണ്ടിയുടെ, ഇത്രയും ഉള്ളതാണെന്ന് വിചാരിച്ചില്ല, ഇങ്ങനെ ഒരു ചെറിയ ഉടുപ്പ് വേണം കള്ളം പറയുന്നതിന് എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആളാണ് ഇപ്പൊ നമ്മൾ വിനീത വിധേയനായിട്ട് ഇന്നലെ ഏറ്റവും നല്ല അഭിനേതാവാണ് മുഖ്യമന്ത്രി കേട്ടോ. 3ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇവർ നടന്ന് പടി കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ സ്പീക്കർ ഷംസീർ അവിടെ ഉണ്ടായിരുന്നു. ഷംസീറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കഴുത്തിന് വേദനയായി. അപ്പോൾ കഴുത്തിങ്ങനെ വന്നു, വളരെ വേദന കാണിക്കുന്നു, വളരെ വലിയ ഭയങ്കര പ്രശ്നം കാണിക്കുന്നു. ഈ പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായില്ല. ഇനി ഈ പോലീസുകാരെ കാണാൻ കിട്ടിയ അവസരത്തിന് വെച്ച് താങ്ങിയോന്ന് എനിക്കറിയാൻ വയ്യ.